This is ratchet and ball mechanism. Based on this, they may ask one questions like explain the working of automatic feed mechanism in Shaper with a neat sketch. If they ask like this, so you have to draw this figure. So let us say it's working ratchet and ball mechanism. It is mainly used for, with the help of this, we can give the movement of the table automatically. നമ്മൾ ഇത്രയും കാലം മാനുവൽ ഫീഡിംഗ് ആണ് നമ്മൾ കൊടുക്കുക ടേബിളിന്, പക്ഷെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെക്കാനിസത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ratchet and ball mechanism. So let us see its animation. See, it is like this. This is ratchet and ball mechanism. Automatic feed mechanism for Shaper. Driving ball, locking ball. This figure you have to draw in your university exam. Okay, automatic feed mechanism in Shaper machine. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഫിഗറാണ്. ഓക്കെ, so here you can see one question, that is explain the working of automatic feed mechanism in Shaper with a neat sketch. You have to draw this figure. Okay, ball and ratchet mechanism. This figure you have to draw it. ഇതേ ഫിഗർ തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചതും. So the automatic feed mechanism for the Shaper is given by ball and ratchet mechanism. This mechanism is connected with rocker arm and connecting rod. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന പോൾ ആൻഡ് റാച്ചറ്റ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ദിസ് ഇസ് പോൾ ആൻഡ് റാച്ചറ്റ്. സോ ദിസ് മെക്കാനിസം ഈസ് കണക്റ്റഡ് വിത്ത് റോക്കർ ആം ആൻഡ് ദിസ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, rocker arm and connecting rod. Finally, it is connected to slotted disc through the crank pin. ഇവിടെ ഒരു crank pin കാണാൻ പറ്റും. ഈ crank pin വഴി ഇത് slotted disc ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അത്ര ക്ലിയർ അല്ല. ഓക്കെ, ഇവിടെ ഇത് crank pin എന്ന് പറയും. ഇത് slotted discലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. Finally, it is connected to the ഇത് ക്ലിയർ ആവുന്നില്ല, കുറച്ചും കൂടി മൊബൈലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നില്ല, അതാണ് സമയം എടുക്കുന്നത്. ഓക്കെ, okay, finally it is connected to a slotted disc through the crank pin. The pole is connected to the pole pin. ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഈ പോൾ. ഈ പോള് ഈ സ്പ്രിങ് വഴി പോൾ പിന്നിലേക്ക് കണക്റ്റഡ് ആണ്. The pole is connected to the pole pin through the spring. Okay, the pole is freely slipped up and down when the ratchet wheel rotates. Thus movement of the table takes place. അപ്പോൾ ഈ സ്ലോട്ടഡ് ലിവർ ഈ കാണുന്നത് ഇത് 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ റോക്കറാം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ കാണുന്ന ടീത്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഓരോ ടീത്തിൻ്റെ മൂവ്മെൻറ്റിലും ഈ പോൾ എന്ത് ചെയ്യും, അത് മേലോട്ടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങനെ മേലോട്ടേക്ക് താഴോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, ടേബിളിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, സോ ദ ഓട്ടോമാറ്റിക് ഫീഡ് ഈസ് ഗിവൺ, ദ ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസം ഫോർ ദി 6 മാർക്കിനെ ചോദിക്കുക. ദ ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസം ഫോർ ദി ഷേപ്പർ ഈസ് ഗിവൺ ബൈ പോൾ ആൻഡ് റാച്ചറ്റ് മെക്കാനിസം. ദിസ് മെക്കാനിസം ഈസ് കണക്റ്റഡ് വിത്ത് റോക്കർ ആം ആൻഡ് കണക്റ്റിംഗ് റോഡ്. ഫൈനലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി സ്ലോട്ടഡ് ഡിസ്ക് ത്രൂ ദി ക്രാങ്ക് പിൻ. അപ്പോൾ സ്ലോട്ടഡ് ഡിസ്ക് 360 ഡിഗ്രിയിൽ കറങ്ങുന്ന സമയത്ത് റോക്കർ ആം ഓസിലേറ്റ് ചെയ്യും. ദ പോൾ ഈസ് കണക്റ്റഡ് വിത്ത്
pole pin through the spring. The pole is freely slipped up and down when the ratchet wheel rotates. Thus, the movement of the table takes place. Okay. Now let us discuss about the properties of cutting tool. The important property of the cutting tools are hot hardness, wear resistance, toughness, thermal conductivity, friction, thermal stability, and finally cost. Now next question. ഷേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിന് ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ആൻഡ് മെഷറിംഗ് ടൈം, ദ കാൽക്കുലേഷൻസ് ഫോർ ഷേപ്പിംഗ് മെഷീൻ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നമ്മൾ പറയുന്നതാണ് കട്ടിംഗ് സ്പീഡ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിംഗ് സ്പീഡ് മീൻസ് ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് വിച്ച് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ്. ദാറ്റ് ഈസ് കട്ടിംഗ് സ്പീഡ്. ഇറ്റ് ഈസ് ദി വെലോസിറ്റി അറ്റ് വിച്ച് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ്. ഓക്കെ. If you increase the speed of the tool for the metal removal, we can say that cutting speed is increased. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ ഷേപ്പറിൻ്റെ കേസിൽ കട്ടിംഗ് സ്പീഡ് മീൻസ് ലെങ്ത് ഓഫ് ദി കട്ടിംഗ് സ്ട്രോക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദി സെയിം കട്ടിംഗ് സ്ട്രോക്ക്. ലെങ്ത് ഓഫ് ദി കട്ടിംഗ് സ്ട്രോക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദി സെയിം കട്ടിംഗ് സ്ട്രോക്ക്. അതാണ് കട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ ഷേപ്പറിൻ്റെ കേസിൽ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എൽ ഇൻറ്റു എൻ ഇൻറ്റു ബ്രാക്കറ്റിൽ 1+m ഡിവൈഡ് ബൈ 1000 എന്ന് കാണാം. Where L means length of the cutting stroke in millimeter, N means speed in RPM, M means smaller m means ratio between cutting stroke and cutting time and return time. It's the ratio between cutting time and return time. Next, feed means it is the what? It is the relative movement of the tool with respect to the axis of the workpiece. Depth of cut means what? The amount of material removed in one stroke or in one cut is known as depth of cut. Next, machining time. The time required for machining the work surface. That's machining time normally. To the required dimensions. The time required for the machining the work surface to the required dimension. The equation is T equal to capital letter L divided by N into F, where capital letter L means length of the stroke. Capital letter L means length of the stroke. That is equal to നമുക്ക് അതിന് എങ്ങനെ എഴുതാം? സ്മോൾ ലെറ്റർ എൽ പ്ലസ് അപ്രോച്ച് ലെങ്ത് പ്ലസ് ഓവർ ടേൺ എന്ന് എഴുതാം. ഓക്കെ. എൻ മീൻസ് സ്പീഡ് ഇൻ RPM, സ്മോൾ ലെറ്റർ എഫ് മീൻസ് സ്പീഡ് പെർ സ്ട്രോക്ക്, സ്മോൾ ലെറ്റർ എൽ മീൻസ് വർക്ക് പീസ് ലെങ്ത്. ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് വരുമ്പോൾ ആ വർക്ക് പീസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് കട്ടിംഗ് ടൂൾ പോകും. അതേമാതിരി കുറച്ചും കൂടി പിന്നോട്ടേക്കും കട്ടിംഗ് ടൂൾ പോകും. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും എല്ലാം കൂടി എടുത്തിട്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് ദി വർക്ക് പീസ്. സോ ദാറ്റ്സ് വൈ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൽ പ്ലസ് അപ്രോച്ച് ലെങ്ത് പ്ലസ് ഓവർ റണ്ണിങ്. ഓക്കെ. അതിനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എൽ ബൈ വി എന്ന് പറഞ്ഞാൽ ടൈം ഫോർ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയും. സ്മോൾ ലെറ്റർ എം ക്യാപിറ്റൽ ലെറ്റർ എൽ ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എൽ ബൈ വിന small letter m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you will get the time for return stroke. Okay. So you can write T equal to capital letter L divided by capital letter N into F. So we can write capital letter L by V into 1+m എന്ന് എഴുതാം ഇതിനാ. ഓക്കെ. എഫ് നമുക്കറിയാം. പിന്നെ അതേപോലെ നമ്പർ ഓഫ് സ്ട്രോക്ക് എസ് സഫിക്സ് എൻ, നമ്പർ ഓഫ് സ്ട്രോക്ക് is equal to W by T, where W means width of the workpiece. Okay. Then total machining time is equal to നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ടീൻ്റെ കൂടെ നമ്പർ ഓഫ് സ്ട്രോക്കിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ മെഷീനിങ് ടൈം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. മെഷീനിങ് ടൈം ഇൻറ്റു നമ്പർ ഓഫ് സ്ട്രോക്സ്. നെക്സ്റ്റ്, മെറ്റൽ റിമൂവൽ റേറ്റ്. ഇറ്റ് ഈസ് ദി വോളിയൂം ഓഫ് ദി മെറ്റൽ റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഇൻറ്റു സ്മോൾ ലെറ്റർ ഡി ഇൻറ്റു ഡി മീൻസ് ഡെപ്ത് ഓഫ് കട്ട്, ക്യാപിറ്റൽ ലെറ്റർ മീൻസ് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്. ഓക്കെ. ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ് ഇൻറ്റു എസ്. Next, number of pass. Small letter n is equal to stock, STOKE, stock to be removed divided by depth of cut. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. സോ ലെറ്റ് us see the difference between shaper, slaughter and planner. ഓക്കെ. അപ്പോൾ സ്ലോട്ടറും ഷേപ്പറും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് പ്ലാനറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ദിസ് ഈസ് ഷേപ്പറിൻ്റെ കേസിൽ ദിസ് ഈസ് ലൈറ്റർ smaller and cheaper. Slaughter is lighter, smaller, cheaper. മറ്റേ heavier, larger, costlier. Next, രണ്ടാമത്തെ പോയിന്റ് ലോ machining accuracy,
low machining accuracy, high machining accuracy. Third point, rate of power consumption is low, power consumption is low, power consumption high. Fourth one, less floor space, less floor space is required. It requires large floor space for planar machine. Fifth point is small work pieces ആണ് മാത്രമേ മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. സ്ലോട്ടറിൽ സ്മോൾ വർക്ക് പീസിനെ മാത്രമേ പറ്റുള്ളൂ. ദിസ് ഈസ് ഫോർ ലാർജ് വർക്ക് പീസ്. ദിസ് ഈസ് ഇൻറ്റൻറ്റ്, INTEND. ഇതിനെ ഉദ്ദേശിക്കുന്നത് ലാർജ് വർക്ക് പീസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്. The machine uses to cut with one tool at a time. The machine uses to cut with one tool at a time. ഇവിടെ the machine uses to cut with multiple tool at a time. നമുക്ക് മൾട്ടിപ്പിൾ ടൂൾ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ പ്ലാനർ മെഷീൻ്റെ കേസിൽ. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറൻസ്. ഇത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, now let us see one problem, that is estimate the total machining time required to machine a plate of 200 into 90 mm in a shaper under the following conditions. Cutting speed is given 13.3 meter per minute, feed is given, number of passes is equal to 1, approach plus overturn is equal to 20, lateral equal to 4 mm, ratio of cutting time to return time, cutting time to rapid turn equal to 0.83. These are all given in our questions. So based on this, you have to write the given data. So first of all, workpiece length, small letter L is equal to 200 millimeter, small letter W, width of the workpiece equal to 90 millimeter, cutting speed is small letter V is equal to 13.3 meter per minute, feed is equal to 0.57 mm per double stroke, number of passes equal to N is equal to 1, approach plus overturn എന്ന് പറയുമ്പോൾ കട്ടിംഗ് സ്ട്രോക്ക് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ടൂള് മുന്നോട്ടേക്ക് പോകുമല്ലോ, അത് പിന്നെ റിട്ടേൺ കഴിഞ്ഞിട്ട് ആ വർക്ക് പീസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പിറകോട്ട് പോകുമല്ലോ, അതും എല്ലാം അടക്കം വിടുമ്പോൾ. ഓക്കെ, അത് അപ്രോച്ച് പ്ലസ് ഓവർടേൺ ഈക്വൽ ടു 20 mm എക്സ്ക്ലൂഡിങ് ലെങ്ത് ഓഫ് ദി വർക്ക് പീസ്. ഓക്കെ, സോ ലാറ്ററൽ ഈക്വൽ ടു 4 mm. ലാറ്ററലിനെ കണ്ടത് അത് എപ്പോഴും നമ്മൾ വിഡ്ത്തിൻ്റെ കൂടെ വേണം ആഡ് ചെയ്യാൻ. പിന്നെ 0.83 എന്ന് പറയുമ്പോൾ കട്ടിംഗ് ടൈം ഡിവൈഡ് ബൈ റിട്ടേൺ ടൈമാണ് 0.83. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ്ഡ് ഓൺ ദിസ് വി ക്യാൻ ഏബിൾ ടു കാൽക്കുലേറ്റ് ദി വർക്ക് പീസിൻ്റെ കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡ് ഈസ് ഈക്വൽ ടു L/V into 1+m in the case of shaper. So capital L is equal to L plus A, approach plus length of the workpiece equal to 0.22 meter. Therefore total time is equal to 0.22 divided by capital V is given into 1 plus 0.83, so equal to 0.0303 minute. Okay, and then a number of stroke is equal to width divided by feed. Okay, so total width is equal to W plus lateral approach. So from this you will get the value of number of stroke is equal to 165. So once you find out the value of 165 and stroke length കിട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണം, ആ ടൈമിംഗ് കൂടി ആഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ടൈം കിട്ടും. സോ എസ്റ്റിമേറ്റ് ടോട്ടൽ മെഷീനിങ് ടൈം എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ time is equal to L/V into 1+m. V means cutting speed. Cutting speed means length of the cutting stroke divided by time taken for the cutting stroke. That is equal to cutting speed. Okay. So based on this, we can able to calculate the time. Okay. Time കണ്ടുപിടിക്കാം. So അത് കിട്ടി. So this time is only for the single stroke. സിംഗിൾ സ്ട്രോക്കിനുള്ള ടൈമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ മെഷീനിങ് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേണം നമ്പർ ഓഫ് സ്ട്രോക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ T equal to L/V into 1+m എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടൈം ഫോർ സിംഗിൾ സ്ട്രോക്ക്. So if you want to find out the total machining time, you have to multiply it with the number of stroke. Okay, so that's all about this problem. So here time for single stroke T is equal to L into, so here time for single stroke is equal to L/V into 1+m, where L is equal to small letter L plus approach, V means cutting speed meter per minute, M means cutting time divided by return time. Okay, so this is the time for single stroke. Next, so calculate the power required for shaping the steel with a depth of cut of 2.8 mm, cutting speed is 65 meter per minute, and workpiece length 50 mm, feed rate is 0.5 mm per revolution. Take a machine constant K equal to 79 into 10 raised to minus 6. So based on this, we have to write the given data. D is equal to 2.8 mm depth,
V is equal to 65 meter per minute. അതിനെ കൺവേർട്ട് ചെയ്തു MM-ലേക്ക്. കാരണം ബാക്കി എല്ലാ ഡാറ്റാസും MM-ലാണ് ഉള്ളത്. സോ 65,000 mm per minute കിട്ടി. L തന്നു, F അറിയാം, K അറിയാം. സോ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, അവർ ഇക്വേഷൻ ഈസ് F into dV. സോ ഫീഡ് ഇൻറ്റു ഡെപ്ത് എത്ര 2.8 into 65,000, that's 91,000 കിട്ടി mm³ per minute. Then power required is equal to machine constant multiplied by material removal rate. So that is equal to 5.29 kilowatts. So that's all about these shaping problems. Next question. Calculate the cutting speed if the shaper has a stroke length of 240 mm. Number of double stroke per minute equal to 40. 40 means അത് 40 mm ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം സ്ട്രോക്ക് ലെങ്ത് 240 mm ആണ്. അപ്പോൾ 40 mm ആയിരിക്കും. ഓക്കെ, ദെൻ ദ റേഷ്യോ ഓഫ് ദി റിട്ടേൺ ടു കട്ടിംഗ് ടൈം 2:3. സോ M is equal to റിട്ടേൺ ടു കട്ടിംഗ് ടൈം ആണ്. അപ്പോൾ M equal to എന്ത് വരും? 3/2. ഓക്കെ, സോ L is equal to 240 mm ആണ്. B equal to L into N divided by into ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ ഡബിൾ സ്ട്രോക്ക്. ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ ഡബിൾ സ്ട്രോക്ക് is equal to time for forward stroke plus time for return stroke. So here total time divided by double stroke is equal to L by V into 1 plus m. അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ 40 നമുക്കറിയാം into L by V into 1 plus m. So L by 40 into LB means 240 mm. അതിനെ 0.240 divided by 0.040 into 1 plus 1.5. M is equal to 3/2. 1 by M equal to 2/3. So M equal to 3/2. Okay. So from this we will get V equal to 15 meter per minute. That's all about this problem. മറ്റൊരു 0.240 divided by 0.040 into 1 plus 1.5. That's 62.5 equal to 15 meter per minute. Okay.